കഴിഞ്ഞ ദിവസം മുതൽ പുതിയൊരു റോൾ കൂടി കൃഷ്ണകുമാറിന് ജീവിതത്തിലുണ്ട്. അത് മുത്തച്ഛൻ്റേതാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി കൃഷ്ണകുമാറിന് ആദ്യത്തെ പേരക്കുട്ടി പിറന്നു. തൻ്റെ രണ്ടാമത്തെ മകൾ ദിയയ്ക്ക് ആദ്യത്തെ കൺമണിയായ ആൺകുഞ്ഞ് പിറന്ന സന്തോഷം ആദ്യം പുറംലോകത്തെ അറിയിച്ചതും കൃഷ്ണകുമാർ തന്നെയാണ്. മകളുടെ പ്രസവ സമയത്ത് ധൈര്യവും സ്നേഹവും പകർന്ന് കൃഷ്ണകുമാറും ഒപ്പമുണ്ടായിരുന്നു. വേദന കൊണ്ട് വാവിട്ട് കരയുന്ന മകളെ ആശ്വസിപ്പിക്കുന്ന കൃഷ്ണകുമാറിൻ്റെ വീഡിയോ വൈറലായിരുന്നു. "നിന്റെ അമ്മ ചറപറ പ്രസവിച്ചതല്ലേടാ, ധൈര്യമായിരിക്കെന്ന് പറഞ്ഞ് കൈകളിൽ തലോടി ആശ്വസിപ്പിക്കുന്ന കൃഷ്ണകുമാറിനെ കാണുമ്പോൾ എല്ലാ പെൺമക്കളും ഇതുപോലൊരു അച്ഛനുണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവും. താനൊരു നല്ല അച്ഛനും ഭർത്താവും കുടുംബനാഥനുമാണെന്ന് മുമ്പും പലവട്ടം കൃഷ്ണകുമാർ തെളിയിച്ചിട്ടുണ്ട്. പ്രായം കൂടി വരുന്തോറും എപ്പോഴും മക്കൾക്കൊപ്പം സമയം ചിലവഴിക്കാനുള്ള തോന്നലാണെന്ന് പറയുകയാണിപ്പോൾ കൃഷ്ണകുമാർ. ഭൂമിയിൽ എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ കിട്ടുന്ന സുന്ദര നിമിഷങ്ങൾ പരമാവധി കുടുംബത്തോടൊപ്പമാണ് താൻ ചിലവഴിക്കുന്നതെന്നും നടൻ പറയുന്നു. സഹോദരിക്ക് കുഞ്ഞു പിറന്നതോടെ തൻ്റെ പെൺമക്കൾക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. നിയോമിനോടുള്ള സ്നേഹം കാരണം പെൺമക്കളെല്ലാം എപ്പോഴും ആശുപത്രിയിൽ തന്നെ സമയം ചിലവഴിക്കാനാണ് താൽപ്പര്യപ്പെടുന്നതെന്നും കൃഷ്ണകുമാർ പറയുന്നു. പ്രായം കൂടി വരുമ്പോൾ എങ്ങനെയെങ്കിലും മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ തോന്നും. അത് ചിലപ്പോൾ റോഡിലായിരിക്കും, കാറിലായിരിക്കും, വീട്ടിലായിരിക്കും. ഓസി കഴിഞ്ഞ ദിവസം നിയോമിനെ പ്രസവിച്ച് ആശുപത്രിയിലായിരിക്കുമ്പോൾ അവരെ കണ്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ചായ കുടിക്കാൻ കയറി. കാരണം ഹൻസികയ്ക്ക് ചായ വലിയ ഇഷ്ടമാണ്. വീട്ടിലെ ചായയാണ് കൂടുതൽ ഇഷ്ടം എങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ചായ കുടിക്കാൻ വഴിയിൽ കണ്ടൊരു കടയിൽ കയറി. അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതല്ലേയെന്ന് പറഞ്ഞ് കൂടെ കൂടി. അടുത്ത ദിവസം ഒരാളല്ല 2 പേരുണ്ടായിരുന്നു. ഇഷാനിയും കൂടെ കൂടി. ഇഷാനിക്ക് ചായയോട് വലിയ താല്പര്യമില്ല. നിയോം വന്ന ശേഷം പുതിയ ആളോടുള്ള സ്നേഹം കൊണ്ട് പെൺമക്കളെല്ലാം ആശുപത്രിയിൽ ചുരുണ്ടുകൂടുകയാണ്. എനിക്കും അതിഷ്ടപ്പെട്ടു. കാരണം എല്ലാവരോടൊപ്പവും വീണ്ടും കുറേ സമയം ചിലവഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന സുന്ദര നിമിഷങ്ങൾ പരമാവധി സമയം കണ്ടെത്തി അവരുടെ കൂടെ ചിലവഴിക്കുക, ജീവിതം സുന്ദരമാക്കുക എന്ന് പറഞ്ഞാണ് കൃഷ്ണകുമാർ തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളും സൂപ്പറാണെന്ന് വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകളേറെ. മക്കളെ കെട്ടിയിടാതെ അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന, മക്കളെ മനസ്സിലാക്കുന്ന പേരൻസാണ് കൃഷ്ണകുമാറും സിന്ധുവും. മക്കളെ സുഹൃത്തുക്കളെപ്പോലെ കൂളായി കണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് കൃഷ്ണകുമാറിന് പ്രായം തോന്നാത്തത്. ഒരു വീഡിയോ കാണുമ്പോഴും കൃഷ്ണകുമാർ എന്ന അച്ഛനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നുന്നു.